ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജാമാണിത്. മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാം. വെറും 2 ചേരുവ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട്, മൊത്തത്തിൽ 15 മിനിറ്റൊക്കെ മതിയാവും. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ഒരു ജാം ഞാൻ ബ്രൗൺ ഷുഗർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വൈറ്റ് ഷുഗറിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് ബ്രൗൺ ഷുഗർ ആയിരിക്കും. പിന്നെ അതില്ലെങ്കിൽ വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് അത്തിപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളത് എടുക്കരുത്. ഒന്നുകിൽ ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ചൊന്ന് ഡ്രൈ ആക്കിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ട് ചെയ്താൽ ശരിയായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ കുതിർത്തിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഇതേപോലുള്ള എടുക്കാതെ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കുറച്ച് മാംസത്തോടു കൂടിയുള്ളതൊക്കെ വാങ്ങാൻ കിട്ടും. അധികം ഉണങ്ങാത്തതായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കായിട്ട് കുറച്ച് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട. ബീട്രൂട്ട് ഒരു കളറിനും ഒരു ചെറിയ ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഒരു ചെറിയ ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ വേവിച്ചെടുത്താലും മതി. പിന്നീട് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഒരു 1/4 കപ്പ്, 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വരും. ആ ഒരു പാകത്തിനായിട്ട് കുക്കായിട്ടിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ കിട്ടും. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അതിലുള്ള കരടൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ബ്രൗൺ ഷുഗറാണ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് സാധാരണ പഞ്ചസാര ഉപയോഗിക്കാം, അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് കൂടുതലായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് ആ ബീട്രൂട്ടിൻ്റെ ചുവയൊക്കെ പോയിട്ടുള്ളതാണ്. നല്ലപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഒന്നുകൂടി ഒന്ന് പഞ്ചസാരയൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് ടൈമൊന്നും വേണ്ട. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. പിന്നെ ഈ പഞ്ചസാരയൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ള ബീട്രൂട്ടിലേക്കും ഫിഗിലേക്കും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അത്ര മാത്രം മതി. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ടേസ്റ്റിനും അതുപോലെ ഈ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ അത് കൂടുതലായിട്ട് അങ്ങ് കട്ടിയാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർക്കുന്നത്.
ഒരുപാടൊന്നും വേണ്ട. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് 1 ടീസ്പൂണൊക്കെ മതിയാവും. എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്കൊക്കെ മാറ്റിയിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ നമുക്ക് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അതുപോലെ ചപ്പാത്തിയിലോ ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ കേക്കിലൊക്കെ ലെയറാക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാം. വളരെ ഈസി അല്ലേ, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.